നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC ഇന്നലെ നടത്തിയ ക്ലർക്ക് പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഈ ചോദ്യ പേപ്പർ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കണം. ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ 10th മെയിൻസിന്റെ സിലബസ് ആണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസ് പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു ചോദ്യ പേപ്പറാണ്. ഇതിനകത്ത് വന്ന ഏരിയാസ്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് PSC ചോദിച്ചേക്കുന്നത്, ആ ഏരിയാസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചോളൂ. ആ ഏരിയാസ് ഒക്കെ ഇനിയും റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തത് നാലാമത്തെ പ്രസ്താവന മാത്രമാണ്. ബാക്കിയെല്ലാം ശരിയാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് എന്നായിരുന്നു? 1930 ജനുവരി മാസം 26. ഇവിടെ ഓഗസ്റ്റ് 15 എന്ന് കൊടുത്തിരിക്കുന്നില്ല, തെറ്റാണ്. ജനുവരി 26, 1930. അപ്പൊ ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. ശരിയാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ശരിയാണ്. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ശരിയാണ്. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. ശരിയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി സൺ യാറ്റ് സെൻ റഷ്യൻ വിപ്ലവം. തെറ്റാണ്. സൺ യാറ്റ് സെൻ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റൈലിന്റെ പതനം, റൂസോ സാമൂഹ്യ കരാർ, WTO 1995 സ്ഥാപിച്ചു. ഇത് മൂന്നും ശരിയാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ: മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു, ആത്മീയ സഭ സ്ഥാപിച്ചു, തുഹഫുത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി, സമ്പാദ കൗമുദി എന്ന വാരിക തുടങ്ങി. ഇത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടി ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ May 21 എക്സാം. സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ബാച്ച് ആണ്. 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ അടക്കം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. പിന്നെ ഈ വർഷം നടക്കാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ 10th പ്രിലിംസ് 2025 മുതലായ ബാച്ചുകളിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പുതിയ SCRT, പഴയ SCRT, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ SCRT നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി വരുന്ന പരീക്ഷകൾക്ക് PSCയുടെ ഒരു തുറുപ്പ് ചീട്ടാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നമ്മുടെ ആപ്പിൽ എടുക്കുന്നുണ്ട്. അതുപോലെ ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK എല്ലാം എല്ലാ കോഴ്സുകളിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ബാച്ച് പോകുന്നുണ്ട്. അപ്പോൾ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജനറൽ PSCയിൽ നമ്മുടെ കോമൺ ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും, എല്ലാ PSC പരീക്ഷകൾക്കും ഉള്ള ടോപ്പിക് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഇത്രയാണ് ജനറൽ PSCയിൽ കവർ ആവുന്നത്. പിന്നെ ഈ വർഷം വിളിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനി LGS, ഒരുപാട് വേക്കൻസീസ് ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പിക്കാവുന്ന കമ്പനി LGSന് വേണ്ടി ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, ഈ 3 പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. എല്ലാത്തിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ ഏത് ബാച്ച് കോഴ്സ് എടുത്താലും ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താഴെ കൊടുത്ത
ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ ശരിയായിട്ടുള്ള കാലഗണനാ ക്രമം എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ആദ്യത്തേത് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കേരള സന്ദർശനം, വർഷം ഏതാ? 1920. വൈക്കം സത്യാഗ്രഹം രണ്ടാമത്തത്, അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, ശേഷം ക്ഷേത്രപ്രവേശന വിളംബരം. ഇങ്ങനെയാണ് പോകുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ നീൽദർപ്പൺ, ദീനബന്ധു മിത്ര ശരിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടേതാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഹിന്ദു സ്വരാജ് ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ ആരുടേതാണ്? BR അംബേദ്കറുടേതാണ്. അത് രണ്ടും ഇവിടെ തെറ്റിച്ചാ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ആഗ്നേയശില. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ NRSCയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ഹൈദരാബാദ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹർമാറ്റൻ. ഹർമാറ്റൻ ആണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് എന്ത്? ലഘൂകരണമാണ്. ലഘൂകരണം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏത്? വരുമാന നികുതിയാണ്. വരുമാന നികുതി. നബാർഡ് സ്ഥാപിതമായ വർഷം 1982 നബാർഡ് സ്ഥാപിതമായത്. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയാണ്. അജയ് ബംഗ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം 1881 ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത്. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം ഹോർട്ടികൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹോർട്ടികൾച്ചർ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക ഏത്? ആഗോള രോഗഭാരം. ആഗോള രോഗഭാരം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണന വിഷയം എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ്. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഈ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നതാണ് ആമുഖപ്രകാരം ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാ? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് നവംബർ 26 ഭരണഘടനാ ദിനം. നവംബർ 26. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏത്? തുങ്കൻ കമ്മിറ്റിയാണ്. തുങ്കൻ കമ്മിറ്റി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് എന്ന പദ്ധതി. കരുത്ത്. താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരി. അടുത്തത്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ശരി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പരിസ്ഥിതി വകുപ്പ് മന്ത്രി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിന് ഉണ്ട്? എത്ര ദിവസത്തിനുള്ളിലാണ്? 15 ദിവസത്തിനുള്ളിലാണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തെരഞ്ഞെടുത്തത് ആരെയാണ്? പൃഥ്വിരാജിനെയാണ്, ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിന്. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിവരാവകാശ കമ്മീഷനാണ് കേരള സംസ്ഥാനം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ശരി. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ഇവയെല്ലാം ശരിയാണ്. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പ്ലാസ്മോഡിയം എന്നത് സ്പോറോസോവയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്ന ജനിതക രോഗം ഏത്? ഹീമോഫീലിയ. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ് രോഗമാണ്. പാർക്കിൻസൺസ് രോഗം. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? അക്രോമെഗാലി. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? നവംബർ 14 ലോക പ്രമേഹ ദിനം. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസമാണ്. അസം സംസ്ഥാനത്തിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് ആര്? റേച്ചൽ കേഴ്സൺ ആണ്. സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന പ്രശസ്തമായ പുസ്തകത്തിന്റെ രചയിതാവ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലം ഏത്? വിസ്കസ് ബലമാണ്. വിസ്കസ് ബലം. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? റിയർ വ്യൂ കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ: അമർത്തിയ സ്പ്രിംഗ്, ഡാമിൽ സംഭരിച്ചിരിക്കുന്ന ജലം. സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജിയാണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന, അതായത് RLV ആണ്, റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്ത്? പുഷ്പക് ആണ്. പുഷ്പക്. ഇതിൽ ഏതാണ് ISROയുടെ ആദ്യ സൗരദൗത്യം? ISROയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ L1. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകും തോറും ലോഹ ഗുണത്തിന് എന്ത് സംഭവിക്കുന്നു? ലോഹ ഗുണം കുറയുകയാണ് ചെയ്യുന്നത്. അമോണിയം സൾഫേറ്റ് എന്നത് ആസിഡിക് ലവണമാണ്. ആസിഡിക് ലവണം. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? കഫീൻ ആണ്. കഫീൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ഇത് ഫിസിക്കൽ ചേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. ജലം ഐസ് ആകുന്ന പ്രക്രിയ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് കേട്ടോ, ഭൗതിക മാറ്റമാണ്. ബാക്കിയെല്ലാം രാസമാറ്റമാണ്. ഇലകൾ കത്തിക്കുന്നതും അതുപോലെ മുന്തിരിയുടെ അഴുകലും പുതിയതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നതും ഒന്നും തിരിച്ചു പോകുന്നില്ലല്ലോ, അതൊക്കെ രാസമാറ്റമാണ്. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് എന്തിന്റെ ഉദാഹരണമാണ്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ഉള്ളത്? ഖസാക്കിന്റെ ഇതിഹാസം. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? തിരുവനന്തപുരം സെൻട്രലിനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം ഏത്?
മൂന്നാം സ്ഥാനത്ത് വന്ന രാജ്യം ജപ്പാനാണ്. ജപ്പാൻ. തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏതാണ്? കേരള ചന്ദ്രികയാണ്. കേരള ചന്ദ്രിക. സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13 ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എഴുതുക. ഏതാണത്? വ്യത്യസ്ത പ്രോട്ടോകോളുകളാണ്. ഗേറ്റ്വേ ആണ്. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഇവിടെ സഫാരിയാണ് കൂട്ടത്തിൽ ചേരാത്തത്. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്ത്? ഇ സേവനമാണ്. IT Act 2000 സെക്ഷൻ 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 66F സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി അതിനുള്ള സമയപരിധി എത്രയാണ്? നൽകേണ്ടതിനുള്ള സമയപരിധി അത് അപേക്ഷ ലഭിച്ച 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയം എത്രയാണ്? 5 മാസമാണ്. 5 മാസം. താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമങ്ങളുടെ വകുപ്പുകളിൽ പെട്ടതാണ്? അപ്പൊ താഴെ തന്നിരിക്കുന്നത് നോക്കാം ഓരോന്നായിട്ട്. പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഏതാ അത്? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിനിടയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. അതും ഗാർഹിക പീഡനമാണ്. ഗാർഹിക അതിക്രമം, അതും ഗാർഹിക അതിക്രമത്തിന് എതിരെയുള്ള സംരക്ഷണം. പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്ക് പാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഇത് 4 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. അപ്പൊ ശരിയായിട്ടുള്ളത് നോക്കാം. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയിലുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവ ഏത് നിയമത്തിന്റെ പ്രധാന സവിശേഷതകളാണ്? ഇവിടെ തന്നിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. അത് ഏതാ നിയമം? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമമാണ്. ഇനി ബാക്കി ഇവം കൂടെ വായിക്കാം. അത് തന്നെയാണോ എന്ന്. ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. ഇത് ഭേദഗതി നിയമമാണ്. ഭേദഗതി നിയമം 2018 ഭേദഗതി നിയമം. അടുത്ത ചോദ്യം. താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ അഥവാ OCR ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ 4ാമത്തെ നോക്കൂ. സ്കാൻ ചെയ്ത ഡോക്യുമെന്റുകളിൽ നിന്ന് അച്ചടിച്ചതും കൈയെഴുത്തുള്ളതുമായ അക്ഷരങ്ങൾ യാന്ത്രികമായി വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ്. ശരി. ഓക്കെ, ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നതിൽ 3ാമത്തെ പ്രസ്താവന ശരിയല്ല, ബാക്കിയെല്ലാം ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന നോക്കൂ. ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധി. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാം. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അപ്പൊ 4ാമത്തെ മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്തത് മാക്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക 3720. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്രയാണ്? 1:4 ആണ് ഉത്തരം.
SSLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകളാണ് ഈ തന്നിരിക്കുന്നത്. 38, 30, 25, 20, 24, 33, 27, 36, 32, 28, 24 ആയാൽ മാർക്കുകളുടെ മീഡിയൻ എത്രയാണ്? 28 ആണ് മീഡിയൻ. ഒരു ക്ലോക്കിൽ സമയം 8:20 PM കാണിക്കുന്നുവെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 130 ഡിഗ്രിയാണ്. 130. അടുത്തത് 12 + 17 - 2 × 3 + 72 / 8 ഇതിന്റെ വാല്യൂ എത്രയാണ്? 36. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്ക് ZKLWH എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? EODFN. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ ഏതാ? 87 ആണ് ഒറ്റയാനായിട്ടുള്ളത്. രാമു തന്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ നടന്നു. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നുവെങ്കിൽ രാമു തന്റെ ഓഫീസിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ് ഇപ്പോൾ? 17 മീറ്റർ ആണ്. 17 മീറ്റർ. ഒരു ക്യൂയിൽ ദീപ പിന്നിൽ നിന്ന് 9-മതും മുന്നിൽ നിന്ന് 7-മതും ആണെങ്കിൽ എത്ര പേരാണ് ആ ക്യൂയിലുള്ളത്? 15 പേരാണ് ക്യൂയിലുള്ളത്. അടുത്തത് 0.00036 × 0.00064 / 0.0000006 × 0.00008. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? 480 ആണ് ഉത്തരം. അടുത്ത ഇംഗ്ലീഷ്. Fill in the blank using the appropriate form of the verb. Usually they play cricket, but now they dash football. They are playing football. Select appropriate question tag. They rarely visit us. Do they ആണ് ഉത്തരം. Do they. Select the suitable phrasal verb. The proposal was dash due to lack of funds. ഉത്തരം ഓപ്ഷൻ B, turn down ആണ്. Turn down. I think the manager is dragging his feet in this case. കാല് പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. ദ സെന്റൻസ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ആസ് എങ്ങനെ പറയാം? ദ മാനേജർ ഈസ് ആക്ടിങ് സ്ലോലി ഇൻ ദിസ് കേസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വോണ്ട് ടു ഡു ഇറ്റ്. ഓക്കെ, അതാണ് ഉത്തരം. കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇഫ് ഐ ഹാഡ് എ കാർ ഐ ഡാഷ്. ഏതാ? വുഡ് ഡ്രോപ്പ് ആണ്. വുഡ് + V1 ആണ് ചേർക്കേണ്ടത്. വുഡ് ഡ്രോപ്പ് യു അറ്റ് ദ ബസ് സ്റ്റോപ്പ്. വിച്ച് among the following is a synonym of the word disposition? ഡിസ്പൊസിഷന്റെ സിനോണിം എന്താണ്? ക്യാരക്ടർ ആണ്. ക്യാരക്ടർ. ചേഞ്ച് ഇൻ ടു കമ്പാരേറ്റീവ് ഡിഗ്രി. രാജീവ് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ രാജീവ് ഈസ് ടോളർ ദാൻ ഓൾ ദ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ഈസ് കോൾഡ് ട്രൂപ്പ് ആണ്. ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ആണ്. പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാ? ഓപ്ഷൻ B ആണ് ഉത്തരം. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. റീത ആസ്ക്ഡ് രമേശ് ഡു യു നോ ദ ആൻസർ. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റീത ആസ്ക്ഡ് രമേശ് വെദർ ഹി ന്യൂ ദ ആൻസർ എന്ന് വരും. അടുത്തത് മലയാളം. വിപരീത പദം എഴുതുക. ശുദ്ധം ഓപ്പോസിറ്റ് എന്താ? അശുദ്ധം. കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് ഏത്? സംഗമവേദിയാണ്. സംഗമവേദി. ചേർത്തെഴുതുക. സദ് അധികം ഭാവം. സദ്ഭാവം. സദ്ഭാവം. ശരിയായ ജോഡി ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ തോഴി, ആളി, സഖി എന്നുള്ളതാണ് ശരി. എതിർലിംഗം എഴുതുക. ലേഖകൻ. എതിർലിംഗം എന്താ? ലേഖിക. ലേഖികയാണ്. ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യമാണ്. അക്ഷന്തവ്യം. പിരിച്ചെഴുതുക. മരങ്ങൾ. പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? മരം + കൾ ആണ്. മരം + കൾ. ശരിയായ പദം എഴുതുക. അതിഥിയാണ് ശരി. അതിഥി. വിത്ത് ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്താണ്? വിത്ത് ഗുണം 10 ഗുണം പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും എന്നത്. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് എന്താണ്? ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. നമ്മുടെ 10th മെയിൻസിന്റെ അതേ സിലബസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കണേ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ക്യാപിറ്റൽ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഫയർമാന് വേണ്ടിയിട്ടും ASMന് വേണ്ടിയിട്ടൊക്കെ ബാച്ചുകൾ റണ്ണിംഗ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് കമന്റിനും പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.